എന്താ എന്തിനുള്ളതാ ഹർത്താൽ? എന്തിനുള്ള? എല്ലാത്തിനും 5 മിനിറ്റ് നിങ്ങളോട് പറയുന്നുള്ളൂ. ഈ സമരത്തോട് അനുഭവിക്കണം. എന്തിനുള്ള ഹർത്താല? എന്തിനു വേണ്ടിയാ നമ്മൾ നടത്തുന്നത് അറിയില്ല. എന്താ ഇന്നത്തെ പ്രത്യേകത? എന്താ ഒന്ന് പറഞ്ഞേ. ഓൻ പോയി. ഒരു ശരാശരി ഹർത്താലോളിയുടെ അല്ലെങ്കിൽ ഹർത്താൽ അനുകൂലി ഹർത്താലാർത്ഥിയുടെ ഒരു നിലപാടാണിത്. എന്തിനാണ് താൻ അല്ലെങ്കിൽ തൻ്റെ പാർട്ടി ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്നോ എന്താണ് അതുകൊണ്ടുള്ള ഗുണമെന്നോ അതുകൊണ്ട് പിന്നെ ഇതുവരെ ഇതിനു മുമ്പ് ഒരുപാട് ഹർത്താലുകളായിട്ടും ബന്ദുകളായിട്ടും ഒക്കെ നടന്നിട്ടുണ്ടല്ലോ. എന്തുദ്ദേശിച്ചിട്ടാണ് ഓരോ പാർട്ടികളും ഹർത്താൽ നടത്തിയത്? ആ ഹർത്താൽ നടത്തിയത് കൊണ്ട് ഈ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പോയത്തെന്ന് പറയാൻ പറ്റില്ല. പോയത്തെന്ന് പറഞ്ഞാൽ പോയത്തത്തിനൊരു പോയത്താണ്. ഇതിൻ്റെ ഒരു മണ്ടത്തരം ഇനിയും ആർക്കാണ് മനസ്സിലാവാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് നടത്തുന്ന പാർട്ടിക്കാർക്കാണോ പാർട്ടിയുടെ നേതാക്കന്മാർക്കാണോ അതോ ജനങ്ങൾക്കാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് എന്താണ് ഇപ്പോൾ കാര്യം? അതാണ് അറിയേണ്ടത്. ഒരുപാട് ഹർത്താലുകൾ ഇങ്ങനെ നടന്നല്ലോ. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് കടകൾ അടപ്പിച്ചിട്ടും അവശ്യ വസ്തുക്കൾ തടഞ്ഞിട്ടും. അവശ്യ വസ്തുക്കൾ തടയാറില്ല എന്നൊക്കെയാണ് പറയാറ്. ഈ പാലും പത്രവും എല്ലാ ഹർത്താലിനും കേൾക്കാം. പാലും പത്രവും ഒഴിവാക്കിയിട്ടുണ്ട്. പാലും പത്രത്തിനേക്കാളും ആവശ്യമുള്ള വസ്തുക്കൾ പലതും ഒഴിവാക്കിയ ലിസ്റ്റിൽ കാണാറില്ല പലപ്പോഴും. അതുപോട്ടെ, ഇതൊക്കെ ഒരു രാജ്യത്തെ സ്തംഭിപ്പിച്ച് ഒരു ദിവസം 12 മണിക്കൂർ അങ്ങനെ തീർത്തത് കൊണ്ട് എന്ത് മാറ്റമാണ് ഇക്കാലം വരെ ഇങ്ങനെയൊക്കെ നടത്തിയത് കൊണ്ട് കിട്ടിയിട്ടുള്ളത്? ഇത് ഈ നാടകം ഇങ്ങനെ ഇടക്കിടക്ക് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഓരോരുത്തർ ചെയ്യുന്നത്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ പൊറാട്ട് നാടകം നടത്തിയിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒന്ന് എണ്ണം എടുത്ത് നോക്കി നിങ്ങൾ. സർക്കാരിനെ കൊണ്ടൊരു സംഗതി നടത്തിപ്പിക്കാൻ ജനങ്ങളെ പൊറുതി മുട്ടിച്ചുകൊണ്ടാണോ സർക്കാരിനെ ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾ തിരുത്തേണ്ടത്? ജനങ്ങൾക്ക് പിന്നെ ഗുണകരമായ രീതിയിൽ ഒരു പ്രതിഷേധം നടത്താൻ ഇക്കാലം വരെയായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും മണ്ടയിൽ ഇതുവരെ ഒരു ബുദ്ധിയൊന്നും ഉദിച്ചിട്ടില്ലേ? അറിയാത്തതുകൊണ്ട് ചോദിക്കുക. എന്ത് വന്നാലും ജനങ്ങളുടെ മേലടിക്കാൻ നല്ല സുഖമാണല്ലോ. സാധാരണക്കാരുടെ മേലടിക്കാൻ നല്ല സുഖമാണ്. ഇപ്പോൾ എൻ്റെ നാടിൻ്റെ അടുത്ത് ഒരു മീൻകട പൂട്ടിക്കാൻ പിന്നെ കയറിയിട്ട് നിരങ്ങുന്ന നേതാക്കന്മാരെ കണ്ടു. വീഡിയോ ഇതിലൊക്കെ വൈറലായിട്ട് ഓടുന്നുണ്ട്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നാണ് പറഞ്ഞത് മീനുകളൊക്കെ. എന്തൊരു ധീരത അല്ലേ! കണ്ടിട്ട് നമുക്കങ്ങനെ രോമങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാരണം ഈ മീൻകാരന് ഈ അന്നന്നത്തെ വയറ്റുപിഴപ്പിന് വേണ്ടിയിട്ട് മീൻ വിൽക്കുന്നതാണല്ലോ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതാണല്ലോ ഏറ്റവും വലിയ പ്രതിസന്ധി. അതുപോലെ ഓരോ കച്ചവടക്കാരനും ഓരോ ബിസിനസ്സുകാരനും അന്നന്നത്തേക്കുള്ള വക തേടുന്നതാണല്ലോ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ. അവർ ഒരു ദിവസം കടയടച്ച് വീട്ടിലിരുന്നാൽ ഈ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. പിന്നെ സർക്കാരുകളൊക്കെ അവരുടെ നയങ്ങളൊക്കെ തിരുത്തുമല്ലോ അല്ലേ? ഇതാണല്ലോ ഇപ്പം നിങ്ങൾ ഇതിലൂടെ ഉദ്ദേശിച്ചത്. ചുരുങ്ങിയ പക്ഷം നിങ്ങളൊരു ഹർത്താൽ നടത്തുകയാണെങ്കിൽ എന്തിനാണ് ഹർത്താൽ എന്നുള്ളതെങ്കിലും ഈ ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി. ആദ്യം ആ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് അത് നടക്കേണ്ടതാണെന്ന് തോന്നിയാൽ പിന്നെ നിങ്ങൾ കടകൾ കയറി ഇറങ്ങിയിട്ട് ഇത് അടക്കാൻ വേണ്ടി പറയേണ്ടതില്ല. ജനങ്ങൾ സഹകരിക്കും. ഇപ്പോൾ ജനങ്ങളൊക്കെ അടച്ച് വീട്ടിലിരിക്കുന്നതും പിന്നെ പുറത്തിറങ്ങാതെ ഷോപ്പ് തുറക്കാതൊക്കെ ഇരിക്കുന്നത് ഈ ഹർത്താലിനോടോ പാർട്ടിയോടോ ഉള്ള അടങ്ങാത്ത ആഭിമുഖ്യം കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. പണ്ടാറടക്കി പോട്ടെ എന്ന് ശപിച്ചുകൊണ്ടാണ് പലരും വീട്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര വലിയ നേതാക്കന്മാരും പിന്നെ വലിയ പാർട്ടിക്കാരൊക്കെ ഉണ്ടായിട്ട് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ സർക്കാരിൻ്റെ ഒരു നയം തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കൂല എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇതിൻ്റെ മോശം? ജനങ്ങൾ അവരുടെ പാട്ടിന് വിടി, അവർ ജീവിക്കട്ടെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ജനസേവനം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനസേവനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ആയത് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആ കാര്യങ്ങൾ നടപ്പാക്കി. അല്ലാതെ ഈ പിന്നെ എന്ത് വന്നാലും ഹർത്താൽ ബന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹർത്താൽ നടത്തിയിട്ടൊന്നും ഇവിടെ പരിഹരിച്ചൊരു പ്രശ്നവും എനിക്കറിയില്ല. അറിയണമല്ലെങ്കിൽ കമൻറ്റ് ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല.
അന്നന്ന് അന്നം തേടുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ വയറ്റിപ്പഴപ്പ് അന്നം മുടക്കാനൊക്കെ എല്ലാവർക്കും കഴിയും. അതൊരു വലിയ ത്യാഗമൊന്നുമല്ല. ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ടൊന്നും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ പറയുകയാണെങ്കിലും കേന്ദ്രം സംസ്ഥാന സർക്കാരിനെതിരെ പറയുകയാണെങ്കിലും ഏതൊരു ഭരണവ്യവസ്ഥ മറ്റൊരു ഭരണവ്യവസ്ഥയെക്കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ സ്വന്തം കാര്യം ക്ലിയർ ആവണം ആദ്യം. സംസ്ഥാനം കേന്ദ്രത്തെ പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഹർത്താൽ നടത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആണോ? ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഹാപ്പിയാണോ? ഈ ഭരണത്തിൽ തൃപ്തരാണോ? കിട്ടേണ്ടവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ? ആവശ്യക്കാരെല്ലാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്താതെ ഈ കയ്യില്ലാത്തവന് വിരലില്ലാത്തവനെ കുറ്റം പറയുക എന്ന് പറഞ്ഞ ആ ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നിർത്താനായിട്ടുണ്ട്. പാർട്ടിയും സംഘടനകളൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കരുത്. പണ്ടത്തെ പോലെയല്ല, കാര്യങ്ങളൊക്കെ കണ്ടും മനസ്സിലാക്കിയും കേട്ടും ഒക്കെ അറിയാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അതിലുപരിയായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരാണ് നാട്ടിലുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസവും ചിന്താശേഷിയൊക്കെ ഉള്ള ആളുകളുടെ മുമ്പിൽ പൊട്ടത്തരം വിളമ്പിയിട്ട് സ്വയം പൊട്ടന്മാരാവുന്നതിനേക്കാളും നല്ലത് അവനവൻ്റെ ഭാഗം തിരുത്തിയിട്ട് ഞങ്ങളൊക്കെ ക്ലിയറാണ്, എല്ലാം പെർഫെക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവൻ്റെ പോരായ്മകളിലേക്ക് വിരലും കണ്ണും ചൂണ്ടുന്നത് ആയിരിക്കും ഒന്നുകൂടി നന്നാവുക. ഇങ്ങനെ ഒരു ഹർത്താൽ സംഭവിക്കുമ്പോൾ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ഹർത്താൽ കൊണ്ടോ ബന്ദ് കൊണ്ടോ പ്രയാസപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാവിനെയോ ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്ത ഏതെങ്കിലും പാർട്ടിയുടെ ഉയർന്ന ഉന്നതമായിട്ടുള്ള നേതാക്കന്മാരെ ആരെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അപ്പം നേതാക്കന്മാരെന്നും സുഖാവസ്ഥയിൽ തന്നെയാണ്, കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കാണ്. എന്നിട്ട് അവതരിപ്പിക്കുക ഈ ജനങ്ങൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടാൽ. ജനങ്ങളുടെ കഷ്ടപ്പാട് കാണാനോ ഒരു കഷ്ടപ്പാട് നീക്കി കൊടുക്കാനോ പിന്നെ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിയെ ഇവിടെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പേക്കൂത്തുകളും പൊറാട്ട് നാടകങ്ങളും ഗിമ്മിക്കുകളൊക്കെ ചെയ്തിട്ട് വലിയ രാഷ്ട്ര സേവനം ജനസേവനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പരിപാടി ഇനിയെങ്കിലുമൊക്കെ നിർത്തി എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ഭരിക്കുക, ജനങ്ങൾക്ക് വേണ്ടി അവരൊന്ന് സേവിക്കുക, ചുരുങ്ങിയ പക്ഷം അവരെ ദ്രോഹിക്കാതെങ്കിലും ഇരിക്കുക.